Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, നല്ല രീതിയിൽ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. പോളിഷ് ഇൻ ദ സെൻസ് നല്ല രീതിയിൽ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോട്ട്സ് മാത്രം ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നോട്ട്സ് മാത്രം അറ്റൻഡ് ചെയ്ത് അത് എഴുതിക്കൊണ്ടിരിക്കാതെ അത് ഡെയിലി ബേസിസിൽ നിങ്ങൾ റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തിയാൽ മാത്രമാണ് നിങ്ങൾ ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. അത് എൻ്റെ തന്നെ ക്ലാസ് ആവണമെന്നില്ല, ആരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അന്നന്നത്തെ നോട്ട്സ് അന്നന്ന് തന്നെ ഡെയിലി റിവൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നീട് എന്ന രീതിയിൽ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യാതിരിക്കുക. അങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക്. എല്ലാം കൂടെ മടിയൻ മല ചുമക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ അത് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ടാണ് പ്രൊക്കാസ്റ്റിനേഷൻ ഇറ്റ്സ് നോട്ട് എ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എപ്പോഴും പറയുന്ന പോലെ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ മുന്നിൽ 15 ഡേയ്സേ ഉള്ളൂ, ഇനി എൻ്റെ എക്സാമിന് കൗണ്ട് ഡൗൺ എന്ന് നിങ്ങൾ മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റപ്പ് ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ഈ പ്രാവശ്യത്തെ കേരള സെറ്റ് 2022 നിങ്ങൾക്ക് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അതും വളരെ ഈസി ആയിട്ട്. ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും നടക്കില്ല. ഓക്കെ, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം നല്ല റിസൾട്ടായിരിക്കും നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി റിസൾട്ട് ഡേ നമുക്ക് കിട്ടുന്നത്. സോ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ പോന്നോളൂ. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് our വീഡിയോ ഓഫ് കൊമേഴ്സ് ബൈറ്റ്സ്. ആൻഡ് നൗ വി ആർ ഓൺ ദ പ്രോസസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിൻ്റെ ഒരു ഡിസ്കഷൻ സീരീസാണ് ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് പാർട്ട് വിൽ ബി നമ്പർ 9. ഓക്കെ, 14th August 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആസ് ഐ സെഡ്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കോഡ് ബി ആണ്. സോ കോഡ് ബി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുള്ളവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, സോ നൗ ഓൾമോസ്റ്റ് ഒരു 44 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾക്കുള്ളത് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 44 ക്വസ്റ്റ്യൻസ് മിസ് ഔട്ട് ചെയ്തവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ് ചെയ്തവർ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ കൊമേഴ്സ് ബൈറ്റ്സ് യൂട്യൂബ് ചാനൽ. അവിടെ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബാക്ക് ടു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സീരീസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ യുവർ ഈസി ആക്സസ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നൗ ലെറ്റ്സ് ബിഗിൻ. ക്വസ്റ്റ്യൻ നമ്പർ 45 ഇതാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടേം ഞാൻ ഓൾറെഡി നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ മിസ് ഔട്ട് ചെയ്തവർ എന്തായാലും മസ്റ്റായിട്ട് കാണണം. അതല്ലെങ്കിൽ കൂടിയും ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിലാണെങ്കിലും ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സീരീസ് കാണാത്തവരുണ്ടെങ്കിലും മസ്റ്റായിട്ട് പോയി ചെക്ക് ചെയ്യണം. കാരണം ഡെയിലി ടോപ്പ് മിനീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 30+ വീഡിയോസ് ആ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു പീപ്പിൾ ഷുഡ് ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതിന് 4 ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഒബ്ജക്റ്റീവ്സാണ് നമ്മളുടെ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പോയിൻറ്റ് നമ്പർ 1 ഇതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. പോയിൻറ്റ് നമ്പർ 2, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കിൽസ്. പോയിൻറ്റ് നമ്പർ 3, education for all. And point number 4, discrimination of special children for better education. സോ ഈ 4 പോയിൻറ്റ്സ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഗ്രൂപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, ഒരു കുട്ടിയുടെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതൊരു പോസിറ്റീവ് വൈബുള്ള പോയിൻ്റാണ്. സോ അത് നമ്മൾക്ക് ഗ്രൂപ്പ് എയിലേക്ക് ആക്കാം. ഇനി പോയിൻറ്റ് നമ്പർ 2, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കിൽ, ഒരു കുട്ടിയുടെ സ്കില്ല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതും നമുക്ക് ഗ്രൂപ്പ് എയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി പോയിൻറ്റ് നമ്പർ 3, എഡ്യൂക്കേഷൻ ഫോർ ഓൾ,
ഈ 3 പോയിൻറ്റ്സും ഒരു പോസിറ്റീവ് വൈബുള്ള പോയിൻറ്റ്സാണ്. സോ ഞാനത് ഗ്രൂപ്പ് എയിലേക്കാക്കി. ഇനി ഗ്രൂപ്പ് ബിയിൽ എന്തിടും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ളതാണ് പോയിൻറ്റ് നമ്പർ 4, ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ. ഡിസ്ക്രിമിനേഷനാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു പോയിൻറ്റ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് വേർതിരിവ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് നീ മോശം നീ നല്ലത് എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കാണിക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഇസ് ക്ലിയർലി സ്പെസിഫൈഡ് ദാറ്റ് ഡിസ്ക്രിമിനേഷൻ. ആ വേർഡ് ഒരു നെഗറ്റീവ് വേർഡാണ്, ഒരു നെഗറ്റീവ് വൈബുള്ള വേർഡാണ്. ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് കാണിക്കുക. സോ അതാണ് മോസ്റ്റ് പ്രോബബ്ലി പോയിൻ്റ് സെക്ഷൻ ഗ്രൂപ്പ് ബിയിലേക്ക് പോകുന്നത്. സോ ഇവിടെ ഗ്രൂപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഓപ്ഷൻസിൽ പറഞ്ഞത് ഞാൻ വായിക്കാം. ഓപ്ഷൻ എയിൽ പറഞ്ഞത് 1, 3 and 4. ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് 1, 2 and 3. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് 1, 2 and 4. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ ഓഫ് ദ അബോവ് 1, 2, 3, 4 അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ കൂടെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഗ്രൂപ്പിംഗ് ടെക്നിക്ക്. ആ ഒരു ഗ്രൂപ്പിംഗ് ടെക്നിക്ക് ഇപ്പം ഫസ്റ്റ് 3 പോയിൻറ്റ്സ് പോസിറ്റീവ് വൈബുള്ളതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ ഓഡ് 1 ആയിട്ട് നിൽക്കുന്നത് ആരാ? 4. സോ 4 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിൻറ്റും ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരില്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോയിൻറ്റ് 1, 2, 3 വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ അപ്രോച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയി തന്നെ എനിക്ക് 100% ഉറപ്പ് തരാൻ പറ്റും കേരള സെറ്റ് 2022 നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. പ്രൊപ്പഗേറ്റർ ഓഫ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എസ്. Options are option A Skinner, option B Norman, option C Adron Set and option D Smith. Here the answer will be option B, that is Norman. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിരിക്കുന്ന ടേംസാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ലീനിയർ പ്രോഗ്രാമിങ്ങും. ലീനിയർ പ്രോഗ്രാമിംഗ് എനിക്ക് തോന്നുന്നു കൊമേഴ്സ് സ്റ്റുഡൻസിന് കുറച്ച് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും, കാരണം അവർക്കത് പഠിക്കാനുണ്ട് ക്യൂട്ടിയിൽ. സോ നമുക്കിപ്പോൾ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഇസ് another kind of programmed instruction called branching programming. Students are given a piece of information provided with alternative answers to the questions, and on the basis of their decision deterred if necessary to remedial study or sent on to next session of a program. സോ ഞാൻ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് കേരള സെറ്റ് റിലേറ്റ് ചെയ്ത ഒരു പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം തന്നെ എടുത്ത് നോക്കൂ. ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേപ്പർ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരും. അതിൽ നിങ്ങൾ പെർട്ടിക്കുലറായിട്ട് കറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്കൊരു കട്ട് ഓഫ് ഉണ്ടാവും. ആ ഒരു കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ +1 +2 ടീച്ചർ ആവാനായിട്ടുള്ള എലിജിബിലിറ്റി ആയി അല്ലേ? സോ അതുപോലെ തന്നെയാണ് ഏകദേശം ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനൊരു സിമിലാരിറ്റി ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിൾ അല്ല. ഓക്കെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്റ്റുഡൻസ് ആർ ഗിവൺ എ പീസ് ഓഫ് ഇൻഫർമേഷൻ. അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്തത് കേരള സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച്. ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് കൊടുക്കുന്നു ആൻഡ് പ്രൊവൈഡഡ് വിത്ത് ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഇല്ലേ, അത് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഡെസിഷൻ deterred if necessary to remedial study or sent on to the next session. അതായത് ഒന്നില്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ടു റെമഡിയൽ സ്റ്റഡി എന്നുള്ളത്. റെമഡിയൽ സ്റ്റഡി ഇൻ ദ സെൻസ് നമ്മൾക്ക് ചിന്തിക്കാവുന്നത് ഇപ്പോൾ കേരള സെറ്റ് എക്സാം കിട്ടിയില്ല എങ്കിൽ നമ്മൾ വീണ്ടും ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്. ഓർ സെൻഡ് ടു ദ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ അപ്രൈസലായി, ഓക്കെ നമ്മളിപ്പോൾ +1 +2 ടീച്ചറായി എന്നുള്ള ഒരു ഗ്രേഡാണ്. അണ്ടർസ്റ്റുഡ്? സോ ഐ തിങ്ക് നിങ്ങൾക്ക് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആൻഡ് ഇനി നമുക്ക് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിങ്ങും ലീനിയർ പ്രോഗ്രാമിങ്ങും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് മെറ്റീരിയൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ കോൾഡ് ഫ്രെയിംസ്. ഒരു ഫ്രെയിംസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. മച്ച് ഇൻഫർമേഷൻ 1 or 2 paragraph or even a page is provided in a frame. ഓരോ ഫ്രെയിമിൽ ഒന്നില്ലെങ്കിൽ 1 or 2 paragraphs or even a page, ഒരു പേജ് ആയിട്ടായിരിക്കും. Thus each frame is quite larger than employed in linear program. So ഫ്രെയിമിനാണ് കുറച്ച് a little bit larger എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ കമ്പാരിംഗ്ലി ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ആണ് കുറച്ച് ബഡ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് പ്രോഗ്രാംഡ് ലീനിയർ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൊപ്പഗേറ്ററാണ്. പ്രൊപ്പഗേറ്റർ നോർമാൻ ആണ്. ആൻഡ് ഇതിൽ പറയുന്നുണ്ട് ഓപ്ഷൻ എ സ്കിന്നർ. സ്കിന്നറാണ് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഹു ഇസ് ദ പ്രൊപ്പൗണ്ടർ ഓഫ്, ഒന്ന് ചിന്തിച്ച് നോക്കി, സ്കിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? യെസ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് സ്കിന്നറിനെ ഓർമ്മ വരേണ്ടത്. ആൻഡ് ബാലൻസ് 2 ഓപ്ഷൻസ് അത് ജസ്റ്റ് നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഒന്ന് നോക്കി പൊക്കോളൂ, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഞാൻ പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. റിപ്പീറ്റഡായിട്ട് അവർ ആ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ എക്സാമിനേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കായിട്ട് നമുക്കിതിനെ പറയാം. അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 47 ഒരു problematic question ആണ്. സോ ഐ എം skipping it right now and moving to question number 48. Teacher illustrates a concept to students. Here illustration can be considered as dash of communication. Options are option A source, option B content, option C channel and option D facilitator. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഇല്ലസ്ട്രേറ്റ്സ് എ കോൺസെപ്റ്റ് ടു ദ സ്റ്റുഡൻസ് എന്നാണ്. ഒരു കോൺസെപ്റ്റ് ടീച്ചർ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് നമുക്ക് കണ്ടൻ്റ് ആയിട്ടാണ് പറയാൻ പറ്റുന്നത്. സോ എ ടീച്ചർ ഇല്ലസ്ട്രേറ്റ് എ കോൺസെപ്റ്റ് ടു എ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇല്ലസ്ട്രേഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് കണ്ടൻറ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കണ്ടൻ്റാണ് ആ ഒരു ഇല്ലസ്ട്രേഷൻ. ഇല്ലസ്ട്രേഷൻ്റെ മീനിങ് എല്ലാവർക്കും അറിയാലോ, എക്സാമ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു കണ്ടൻറ്റ്, ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ വിത്ത് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ആ എക്സാമ്പിളിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ ചോദ്യം. സോ ഇവിടെ എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടൻ്റ് ആണ്. Okay, so now let's move to question number 49. According to Buddha, third noble truth is. ഈ ബുദ്ധയുടെ ടോപ്പിക്ക് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ തിങ്ക് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധേനെ പറ്റി ഞാൻ കുറച്ചധികം പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ടൊന്ന് കണ്ട് പഠിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. Take my word. So right now let's check into our question number 49. According to Buddha, third noble truth is എന്നാണ് question. Option A പറയുന്നത് sorrow exists, option B sorrow can be eliminated, option C there is a cause of sorrow and option D there is a way of destroying sorrow. ഓക്കെ, സോ ബുദ്ധയ്ക്ക് കുറച്ചധികം സോറോസ് ഉണ്ട്. നോബിൾ ട്രൂത്ത് ടോട്ടലി 4 ആണുള്ളത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ആ 4 നോബിൾ ട്രൂത്ത്സ് ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ, ലൈഫ് ഹാസ് ഇൻവിക്റ്റബിൾ സഫറിങ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സഫറിങ്സ് ഉണ്ടാവും. പോയിൻറ്റ് 2 പറയുന്നത് ദർ ഈസ് എ കോസ് ടു അവർ സഫറിങ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ ഒരു റീസൺ ഉണ്ട്, ഒരു കോസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പോയിന്റ് നമ്പർ 3 ഇതാണ്, ദർ ഈസ് ആൻ എൻഡ് ടു സഫറിങ്. നമ്മൾ എന്തെങ്കിലും കാര്യം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ആൻഡ് പോയിന്റ് നമ്പർ 4 പറയുന്നത് ദ എൻഡ് ടു സഫറിങ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ 8-fold പാത്ത്. അദ്ദേഹത്തിൻ്റെ തന്നെ 8-fold പാത്ത് ഉണ്ട്. അതൊന്ന് പഠിച്ചു വയ്ക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് ഞാൻ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പല ട്രിക്കുകൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറി പോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ പറഞ്ഞു തരുന്നില്ലേ, അതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അതൊന്ന് നോക്കി പഠിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ ഇവിടെ വരുന്ന ആൻസർ പോയിൻ്റ് നമ്പർ ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് സോറോ ക്യാൻ ബി എലിമിനേറ്റഡ്. ദർ ഇസ് ആൻ എൻഡ് ടു സഫറിങ് എന്നുള്ള പോയിൻ്റ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ തേർഡ് നോബൽ ട്രൂത്തിൽ വരുന്നത്. ഓക്കെ, ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് ദിസ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം ബുദ്ധ എന്നുള്ള ആ ഒരു ടോപ്പിക്ക്, ആ ഒരു സെക്ഷൻ ഇപ്പോൾ എക്സാമിനേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് പിക്ക് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഹോട്ട് പിക്ക് ടോപ്പിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ. ക്വസ്റ്റ്യൻ ഇതാണ്: സ്പിയർമാൻ ടു ഫാക്ടർ തിയറി ഇസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഇലക്ട്രിക് തിയറി. ഐ തിങ്ക് ഐ പ്രൊനൗൺസ്ഡ് ഇറ്റ് റൈറ്റ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ എം സോറി. ഓപ്ഷൻ ബി പറയുന്നത് അനാർക്കിക് തിയറി, ആൻഡ് ഓപ്ഷൻ സി പറയുന്നത് മൊണാർക്കിക് തിയറി, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ഒലിഗാർക്കിക് തിയറി. Okay, so now let's check out what will be the particular answer. And here option A, eclectic theory, will be the correct answer. So before moving that particular explanation, let me come to this particular topic, that is Spearman two factor theory. അത് ഞാൻ ഈ ഒരു സീരീസിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ദാറ്റ് സ്പിയർമാൻ ഇസ് ഹാവിങ് ടു ഫാക്ടർ തിയറി. അദ്ദേഹത്തിന് ജി ഫാക്ടർ തിയറി എന്നും എസ് ഫാക്ടർ തിയറി എന്ന് പറഞ്ഞ് രണ്ട് ഫാക്ടർ തിയറീസാണ് ഉള്ളത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1904 ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ രണ്ട് തിയറീസാണ് നമുക്കുള്ളത്, ജി ഫാക്ടർ തിയറി പിന്നെ എസ് ഫാക്ടർ തിയറി. ജി ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ എസ് ഫാക്ടർ തിയറി ഫോർ സ്പെസിഫിക് ഇൻ്റലിജൻസ് എന്നും. സോ അങ്ങനെ നമുക്കറിയാം ടു ഫാക്ടർ തിയറിയാണ് ഉള്ളത്. സോ ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒലിഗാർക്കിക് തിയറി എന്ന് പറയുന്നത് കുറച്ചെങ്കിലും സ്റ്റുഡൻസിന് അതൊരു ന്യൂ ടേം ആയിരിക്കും, വിച്ച് ആർ ദ സ്റ്റുഡൻസ് ഹൂ ആർ നോട്ട് എ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. കാരണം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിന് ഒലിഗാർക്കിക് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ഗസ് വർക്ക് നടത്തിയിട്ടുണ്ടാവും. കാരണം ഒളിഗോപോളി എന്നൊരു ടേം അവരുടെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒളിഗോപോളി എന്ന് പറയുന്നത് മെനി എന്നാണ്. സോ ഓപ്ഷൻ ഡി വിൽ നോട്ട് ബി ദ ആൻസർ. അപ്പോൾ നമുക്കത് ക്രോസ് ഔട്ട് ചെയ്യാം. ഇനി ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ മൊണാർക്കിക് തിയറി. മൊണാർക്കിക്, മോണോ എന്നുള്ളത് നമ്മളെവിടെയാണ് കേട്ടിരിക്കുന്നത്? യൂണി അല്ലെങ്കിൽ വൺ, ആകെ ഒരു ഫാക്ടർ ഉള്ളെങ്കിൽ ആ ഒരു പോയിൻ്റ് കറക്റ്റ് ആയേനെ. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട് അനാർക്കിക് തിയറി എന്നുള്ളത്. ആൻഡ് അനാർക്കിക് തിയറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് പ്രൊഫസർ തൊറൻഡിക്കാണ്. തൊറൻഡിക്കിൻ്റെ ടേംസ് തിയറീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മിസ് ഔട്ട് ചെയ്തവർ ഡെയിലി ടോപ്പ് മിനി സീരീസ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതിയാവും. സോ അനാർക്കിക് തിയറിയിൽ പറയുന്നത് ദ തിയറി മെയിൻറ്റെയിൻസ് ദാറ്റ് ഫ്രം എ മെൻസ് എബിലിറ്റി ടു ഡു വൺ കൈൻഡ് ഓഫ് വർക്ക് we can infer absolutely nothing as to his ability to do another kind of work എന്നാണ്. അതായത് ഒരു പേഴ്സൺ, ഒരു മാൻ ഒരു പെർട്ടിക്കുലർ വർക്ക് ആൾ ചെയ്തു എന്ന് പറഞ്ഞ് മറ്റേ കൈൻഡ് ഓഫ് വർക്ക് ആൾ ചെയ്യും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അനാർക്കിക് തിയറി. അപ്പോൾ നമുക്ക് പറയാം ഒരു 1-0 ഗെയിമാണ്. ഒന്ന് ചെയ്തു എന്ന് വിചാരിച്ച് മറ്റത് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ അതൊരു നെഗറ്റീവ് ടേമാണ്, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് തിയറി എന്ന് നമുക്ക് പറയാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊരു നെഗറ്റീവ് തിയറി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇതിന് നെഗറ്റീവ് തിയറി എന്ന് പറഞ്ഞൊരു നെയിം ഇല്ല. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഓൾസോ. ആൻഡ് നമ്മൾ പറഞ്ഞു മൊണാർക്കിക് തിയറി അതിനെ നമുക്ക് യൂണിറ്ററി തിയറി എന്നും വിളിക്കാം. ദിസ് തിയറി ഇസ് ദ ഓൾഡസ്റ്റ് ഇൻ ഒറിജിൻ. ഹോൾഡ് ദാറ്റ് intelligence consists of one factor, a fund of intellectual competence which is universal to all activities of an individual. അതായത് ഒരു ഇൻഡിവിജ്വലിനുള്ള എല്ലാ കഴിവും ആൾക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. A man who has the strength can move as much in one direction as he can in another. എത്രത്തോളം ആൾക്ക് സ്ട്രെങ്ത് ഉണ്ടോ അത്രത്തോളം ദൂരം ആൾക്ക് പോവാം എന്നുള്ളതാണ് മൊണാർക്കിക് തിയറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് യൂണിഫാക്ടർ തിയറിയാണ് എന്നുള്ളത്. സോ നിങ്ങൾക്കിപ്പോൾ മൊണാർക്കിക് തിയറി മനസ്സിലായി, അനാർക്കിക് തിയറി മനസ്സിലായി, ആൻഡ്
ഒളിഗാർക്കിക് തിയറി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് എലക്ട്രിക് തിയറി, അത് ഞാൻ പറഞ്ഞു. ഈ ഒരു തിയറീനെ, അതായത് ഓപ്ഷൻ എ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ്. ആൻഡ് ഈ ഒരു തിയറീനെ, ഈ ഒരു പെർട്ടിക്കുലർ തിയറീനെ നമുക്ക് മറ്റൊരു പേര് കൂടി വിളിക്കാം, ബൈ ഫാക്ടർ തിയറി. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനറൽ ഫാക്ടർ തിയറി എന്നും സ്പെസിഫിക് ഫാക്ടർ തിയറി ആയിട്ട് 2 ഫാക്ടേഴ്സാണ് നമുക്കുള്ളത്. തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അത് ഒരു 2 ഫാക്ടർ തിയറി ആയതുകൊണ്ട് ബൈ ഫാക്ടർ തിയറി എന്ന് വിളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. റൈറ്റ്? So with this note, we are concluding right now. Let's see in the next video. Till then, work hard and study well. And please note, ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇനി ബാലൻസ് വരുന്നത് 10 questions ആണ്. അത് നമ്മൾ നാളെ തന്നെ കവർ ചെയ്യുന്നതാണ്. And we will be starting our revision series. So wait for it. Let's see in the next video. Bye.